ഇതാര അമ്മാവനോ അനന്തരവനോ? നിങ്ങളിപ്പോ വന്നത് വല്ല പ്രശ്നവും കൊണ്ടാണോ? ഇന്നത്തെ ദിവസം സമാധാനമായിട്ടൊന്ന് നീങ്ങിയാ മതി. എനിക്ക് ഈ പ്രശ്നത്തിന്റെ പുറകെ ഒന്നും ഓടാൻ ഇന്ന് പറ്റില്ല, അതുകൊണ്ട് പറഞ്ഞതാ. അയ്യോ, അതിന് പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ പോലീസ് മാഡം. ഞങ്ങളെ ഈ ഫ്യൂച്ചർ പ്രൊജക്ടർ കാണിക്കാൻ വന്നതാ. ഗോജി സാറിന്റെ പുതിയ ഗാഡ്ജറ്റ്. ഇത് വെച്ച് മാഡത്തിന് സ്വന്തം ഭാവി കാണാൻ സാധിക്കും. ഇത് ഒരു വീഡിയോ പ്രോജക്ട് ചെയ്യും. അടുത്ത 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം എന്ത് സംഭവിക്കുമെന്ന് ഇതിൽ കാണിച്ചു തരും. പക്ഷേ വീഡിയോ വെറും 10 സെക്കൻഡ് മാത്രമേ ഉണ്ടാവൂ. ഇത് കൊള്ളാലോ. ഖോജിയുടെ കണ്ടുപിടുത്തങ്ങൾ വേറെ ലെവലായി. എവിടെ കാണട്ടെ, എന്റെ ഭാവിയിൽ എന്ത് സംഭവിക്കുന്നൊന്ന് നോക്കട്ടെ ഞാൻ. ഈ പോലീസ് മാഡത്തിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ നിന്നെ കൊണ്ട് സാധിക്കില്ല. എന്റെ റബ്ബേ, ഇതെന്തൊരു വിധിയാണ് ദൈവമേ. എനിക്കിതൊട്ടും ഇഷ്ടമായില്ല. ഞാനിന്ന് കുറച്ച് വിശ്രമിക്കണമെന്ന് വിചാരിച്ചിരുന്നതാ. പക്ഷെ കണ്ടില്ലേ, വീണ്ടും കള്ളന്മാരുടെ പുറകെയുള്ള ഓട്ടം. എങ്കിലും ഞാൻ ജീപ്പിന്ന് എങ്ങോട്ട് തെറിച്ച് വീണെന്ന് എനിക്കിപ്പോ മനസ്സിലാവുന്നില്ലല്ലോ. കണ്ടിട്ട് മാർക്കറ്റ് റോഡാണെന്ന് തോന്നുന്നു. ആ റോഡിന്റെ വശങ്ങളിൽ ഡിച്ചാണുള്ളത്. എന്നാ ഞാൻ എങ്ങാനും ആ ഡിച്ചിനകത്തേക്ക് വീണാൽ എന്റെ മേക്കപ്പ് മുഴുവൻ നശിച്ചു പോവില്ലേ? ബഹദൂർ, ഞാൻ ഇന്ന് ഓർഡർ തരികയാണ്. ഇന്ന് നീ ജീപ്പിന് സഡൻ ബ്രേക്ക് ഇടുകയേ ചെയ്യരുത്. ഓക്കേ മാഡം, ഞാൻ ബ്രേക്ക് ചവിട്ടുന്നേ ഇല്ല. ഹലോ, ഇൻസ്പെക്ടർ ഓഫ് പോലീസ് സ്പീക്കിംഗ്. എന്താ കള്ളന്റെ എത്തോ മോഷ്ടിച്ച് ബൈക്കിൽ പോകുന്നോ? മാർക്കറ്റ് റോഡിലാണോ? എന്തിനാണോ വായി നോക്കി നിൽക്കുന്നത്? ജീപ്പ് എടുത്ത് മാർക്കറ്റ് റോഡിലേക്ക് വിടറോ പെട്ടെന്ന്. ബ്രേക്ക് വേണ്ട. അമ്മാവ, വീഡിയോയിൽ ഞാൻ കണ്ടത് പോലീസ് മാഡം മാർക്കറ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുന്നതാ. എന്നാ നമുക്ക് രണ്ടുപേർക്കും അവിടെ ചെന്ന് കാത്തു നിന്നാലോ? നീ പറഞ്ഞത് ശരിയാണ് അനന്തരവാ. പോലീസ് മാഡം ജീപ്പിൽ നിന്ന് വീഴുന്നതല്ലേ കണ്ടത്? അപ്പൊ നമ്മൾ തന്നെ കള്ളനെ പിടിച്ചേ പറ്റൂ. അവിടെ നിക്കടാ കള്ള. ഈ പോലീസ് മാഡത്തിന്റെ കയ്യിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. ആ വീഡിയോയിൽ ഞാൻ ഇത് തന്നെയാണല്ലോ പറഞ്ഞത്. എടോ എടോ എടോ, ഇന്ന് ബ്രേക്ക് ഇടരുതേ. ഡോണ്ട് വറി എന്റെ മാഡം. ഇത് ഈ ലോകം തലകീഴായി മറിഞ്ഞാലും ശരി, ഞാൻ ബ്രേക്ക് ചവിട്ടില്ലെന്ന് ഉറപ്പാണ്. കുറച്ച് ഡ്രംസ് നമ്മുടെ അടുത്തേക്ക് വരുന്നത് കേട്ടോ. എങ്കിലും ഞാൻ ബ്രേക്ക് ഇടൂല. കഷ്ടായി എന്റെ മേക്കപ്പ് ഇടാ ബഹദൂറെ. ഞാൻ ഡിച്ചിൽ വീണ നിന്റെ കഥ ഞാൻ കഴിക്കും, പറഞ്ഞേക്കാം. പണ്ടാരോ പറഞ്ഞത് വളരെ ശരിയാണ്. വരാനുള്ളത് എന്തു തന്നെയായാലും വഴിയിൽ തങ്ങില്ലെന്ന് ഉറപ്പായി. ഡോണ്ട് വറി മാഡം. മാഡം എപ്പോഴത്തെയും പോലെ സ്റ്റൈലായി തന്നെ ലാൻഡ് ചെയ്യാൻ പോവല്ലേ? ബഹദൂർ, ലാ 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 ലാ. പറഞ്ഞതാ, സമയം കളയാനില്ല. അങ്ങോട്ട് നോക്കിക്കേ, അമ്മാവനും അനന്തരവനും നമ്മളെ പിടിക്കാൻ വേണ്ടി അവിടെ ഒളിഞ്ഞു നിൽപ്പുണ്ട്. നമ്മൾ അവിടെ എത്തുന്നതിന് മുമ്പ് ഈ റൈറ്റിലുള്ള മൺപാതയിലോട്ട് തിരിഞ്ഞു വാ. കൊള്ളാമല്ലോ റോസി, നിന്റെ ഐഡിയ ഉഗ്ര തന്നെ. വിട്ടോ, മൺപാതയിലൂടെ പോകാം. എന്റെ റോസി, ഇങ്ങനെ ഒരു ഐഡിയ വേണമായിരുന്നു. ഈ പരിക്കബാധ കാരണം എന്റെ നടു പൊടിഞ്ഞ്. അയ്യോ, അമ്മാവനും അനന്തരവനോ? ജോഗാവറിനെ നിങ്ങളെങ്ങനെ കണ്ടായിരുന്നോ? അവൻ ഈ വഴിക്കാണല്ലോ വന്നത്. കണ്ടില്ലേ പോലീസ് മാഡം, അവനെ പിടിക്കാനാ ഇവിടെ നിന്നത്. പക്ഷെ അവൻ വഴി മാറ്റിയെന്നാ എനിക്ക് തോന്നുന്നേ. ഏയ്, അതൊന്നും സാരമില്ലെന്നേ. ഞാനിപ്പോ എന്റെ ഫ്യൂച്ചർ നോക്കാൻ പോവാ. എന്തെങ്കിലും തുമ്പ് കിട്ടുമോന്ന് പരിശോധിക്കാം. ഞാൻ നിങ്ങളോട് കേണപേക്ഷിക്കുകയാണ്. എന്നെ ഒന്ന് തൊഴിക്കാമോ? ദയവായി തൊഴിക്കാമോ പ്ലീസ്? എന്താ ഇതൊക്കെ? ഞാൻ എന്നെ തന്നെ ചവിട്ടാൻ മറ്റുള്ളവരോട് അപേക്ഷിക്കുന്നത് എന്തിനായിരിക്കും? അതൊക്കെ വിട്ടേക്ക്. നിങ്ങള് വേറൊന്നും ശ്രദ്ധിച്ചില്ലേ? വീഡിയോയുടെ ഒരു മൂലയ്ക്ക് ജോഗാവർ കയ്യില് ചെടിയായി നിൽക്കുന്നുണ്ടായിരുന്നു. അവന് പൂക്കളോട് താല്പര്യമുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? തൽക്കാലം ഞാൻ വീട്ടിലേക്ക് ചെന്ന് മുറിയിൽ കയറി വാതിലടച്ചിരിക്കാൻ തീരുമാനിച്ചു. പിന്നെ ആരുടെയും ചവിട്ടുകൊള്ളേണ്ടി വരില്ലല്ലോ. അയ്യോ,
എന്റെ അമ്മ രക്ഷപ്പെട്ടു. എന്റെ അമ്മോ, എന്റെ നടുവ് ഉളിക്കെന്നാ എനിക്ക് തോന്നുന്നത്. എന്റെ ചാച്ച, നോട്ട് ഫിയർ. മാഡത്തിന്റെ ഒരു ചവിട്ടേറ്റാൽ തന്നെ എത്ര വലിയ ഉളുക്കുള്ള നടുവും നേരെ നിവർന്ന് വന്നോളും. അയ്യോ പറ്റില്ല, ഞാൻ ഇങ്ങനെ പാവം ചാച്ചയെ ചവിട്ടും ബഹദൂർ. അത് ശരിയാവില്ല. വേണ്ട ചാച്ച, വേണ്ട. ഓ ഓ, വീണ്ടും ഐഡിയയോ? ശരി, പറഞ്ഞോ. പക്ഷേ ഇനിയും നീ എന്നെ നോവിക്കാൻ പാടില്ല. മനസ്സിലായോ നിനക്ക്? ഓ, ഈ ഐഡിയ നമ്മുടേതാണല്ലോ. എനിക്കിഷ്ടമായി. അതെ പോലീസ് മാഡം, വേദന കൊണ്ട് ഞാനിപ്പോ ചാവുമെന്നാ തോന്നുന്നത്. ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്, എന്നെ ഒന്ന് തൊഴിക്കാമോ പ്ലീസ്? എന്നെ ഒന്ന് ചവിട്ടാമോ? എന്റെ കയ്യിൽ മുള്ളു കുത്തിയേ. റോസി, നിന്റെ ഐഡിയ അവ ഇട്ടും. എന്താണത്? ശബ്ദം ദേ അവിടുന്നാ വരുന്നേ. വരൂ, നമുക്ക് നോക്കാം. വേഗം വിട്ടോ. ഐഡിയ. വീഡിയോയില് ജോഗാവറിന്റെ കയ്യിൽ കണ്ടത് ഒരു റോസാപ്പൂവും ഒരു മഞ്ഞപ്പൂവും ഉള്ള പൂച്ചട്ടിയല്ലേ? കൊള്ളാലോ അനന്തരവ, നിന്റെ ബുദ്ധി ശരിക്കും അപാരം തന്നെ. എന്നാ പിന്നെ ബഹദൂരെ, നിന്റെ ഫ്യൂച്ചറും കൂടി ഒന്ന് നോക്കിക്കളയാം. ജോഗാവറിനെ കണ്ടുപിടിക്കാനുള്ള തുമ്പ് നമ്മുടെ കൊച്ചേർക്കൻ അതിൽ നിന്ന് തന്നെ കണ്ടുപിടിക്കുന്ന ഉറപ്പല്ലേ? അയ്യോ വേണ്ട പോലീസ് മാഡം, സ്വന്തം ഫ്യൂച്ചർ കണ്ട എല്ലാവരും പ്രശ്നത്തിലകപ്പെട്ടത് എനിക്കറിയാലോ. ഈ ഫ്യൂച്ചർ പ്രൊജക്ടർ ശരിക്കും അൺലക്കിയാണ്. എനിക്ക് എന്റെ ഫ്യൂച്ചർ ഒന്നും കാണണ്ട മാഡം. താൻ വേഗം ഫ്യൂച്ചർ നോക്കുന്നോ അതോ തന്റെ ഫ്യൂച്ചർ ഞാൻ ഡിസൈഡ് ചെയ്യണോ? അയ്യോ, ഇതെന്ത് പറ്റി ബഹദൂറെ? ഞാൻ തന്നോട് ജോഗിങ് ചെയ്യാനല്ലേ പറഞ്ഞുള്ളൂ. താനെന്താ ട്രെയിനിന്റെ കൂടെ റേസ് നടത്തുകയാണല്ലോ? അതെല്ലാം വിട്ടേക്ക്. വീഡിയോയില് ബഹാദൂറിന്റെ അടുത്തായി ഒരു ട്രെയിൻ ഓടുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? ആ ട്രെയിനിന്റെ ലഗേജ് പോകയില് ഞാനൊരു ടയർ കണ്ടിരുന്നു. അതാ റോസിയുടെ ആണ്, അതായത് ജോഗാവറുടെ ബൈക്ക്. ജോഗാവർ ആ ട്രെയിനിൽ കയറിയാ രക്ഷപ്പെടുന്നേ. ഇത്തവണ ജോഗാവറിന് എന്റെ ചവിട്ടിൽ നിന്ന് രക്ഷപ്പെടാനാവില്ല. പോലീസ് മാഡം, ബഹാദൂർ അങ്കിള് ട്രെയിനുമായി റേസ് നടത്തിയതല്ല, പട്ടി കടിക്കാൻ വന്നിട്ട് ഓടിയതാ. തൊട്ടടുത്ത് ഓടുന്ന ട്രെയിൻ ഉടൻ തന്നെ നിർത്തിച്ചേ പറ്റൂ. ഈ ട്രെയിൻ എന്താ പെട്ടെന്ന് നിന്നുപോയത്? റോസി, നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടാം. വരൂ. വാ, നമുക്ക് അവന്റെ പുറകെ വിടാം. ഇനി ഞാൻ ഗോജി അങ്കിള് തന്ന ബി പ്ലാസ്റ്റഡ് ഗാഡ്ജറ്റ് ഉപയോഗിക്കാൻ പോവാ. കൊള്ളാം, നമ്മളോടാണോ ചാലഞ്ച്? ഇതാണോ ഇപ്പൊ ഇത്ര വലിയ കാര്യം? ഇതൊക്കെ എനിക്കും ചെയ്യാൻ പറ്റും. അയ്യോ അമ്മാവാ, നിങ്ങൾ എന്താ ഈ ചെയ്യുന്നേ? മോനെ, ഈ പാത ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്നത് എന്താ? മുമ്പിലൊരു വണ്ടി പോലും കാണുന്നില്ലല്ലോ. അമ്മാവൻ കാണുന്നത് റോഡല്ല, ആകാശവാ. അമ്മാവൻ 2 ടയറിലാ വണ്ടി ഓടിക്കുന്നേ. നിങ്ങൾക്കെന്റെ സ്വപ്നത്തിൽ പോലും പിടികൂടാൻ കഴിയില്ല. എടാ നിന്നെ ഞാനിന്ന് വെറുതെ വിടില്ലടാ. ബൈ ബൈ. പോലീസ് മാഡം, പേടിക്കണ്ട. അമ്മാവാ, വേഗം ബ്രേക്ക് ചവിട്ട്. ജോഗാവർ തന്നെ നമ്മുടെ ജീപ്പിൽ വന്ന് വീണോളും.
നിന്റെ കളി അവസാനിച്ച് ജോഗാവർ. ഫ്യൂച്ചർ ഇനി ജയിലിലാ നിനക്ക്. കേട്ടല്ലോ മോനെ. ദിനവൻ വെള്ളം കുടിക്കും. ഓക്കെ അല്ലേ മാമ? ഒയ് അതേ അനന്തരവാ.